ഓക്കെ, നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത് ആൻസിസിൻ്റെ ബീം പ്രോബ്ലംസ് ആണ് കേട്ടോ. നമ്മളപ്പം ബീമിൻ്റെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ 3-4 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയലിനകത്ത് ബീമിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കാൻഡിലിവർ ബീം വിത്ത് മൾട്ടിപ്പിൾ പോയിൻറ്റ് ലോഡ്സ്. Again another beam which is fixed at both ends and carrying multiple point loads. Again another cantilever beam with multiple point loads. പിന്നെ വരുന്നത് ഒരു എൻഡ് ഫിക്സും പിന്നെ 2 ഇൻ്റർമീഡിയറ്റ് റോളർ സപ്പോർട്ട്സും അതിനോടൊപ്പം തന്നെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ വേരിയേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ 2 പോയിൻറ്റ് ലോഡ്സും വന്നിട്ടുണ്ട്. അതേപോലെ ഫൈനൽ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് യൂണിഫോംലി വേരിയിങ് ലോഡാണ്. 6 kN/m എന്ന് പറയുന്ന ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ്. അപ്പോൾ ആ ലോഡിൻ്റെ ഒരു പ്രോബ്ലവും പിന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റും വരുന്നുണ്ട്. നമുക്കിതെല്ലാം ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാത്തരം വേരിയേഷൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിംഗിൾ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പ്രോബ്ലം. ഇതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ടുണ്ട്, 2 റോളർ സപ്പോർട്ട്സ് ഉണ്ട്, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുണ്ട്, പോയിൻറ്റ് ലോഡ്സ് ഉണ്ട്, ഒരു യൂണിഫോംലി വേരിയിങ് ലോഡുണ്ട്, അതുപോലെ തന്നെ ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് നോക്കുമ്പോൾ സ്റ്റീലാണ്, കണ്ടിന്യൂസ് ബീം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ഇൻ മില്ലിമീറ്റേഴ്സാണ് തന്നിട്ടുള്ളത്. ഇനി ഞാൻ നമ്മുടെ ട്രസ് ചെയ്ത പോലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ഓക്കെ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. യൂണിറ്റ് കൺവേർഷൻസ്, യൂണിറ്റ്സ് എങ്ങനെ എടുക്കണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 0.25 × 0.23 ആയിരിക്കും. ഞാൻ എല്ലാ മീറ്ററിനും ന്യൂട്ടണിലുമാണ് എടുക്കുന്നത്. ഓക്കെ, സോ ആസ് ഷോൺ ഇൻ ദി ഫിഗർ, കാൽക്കുലേറ്റ് ദി സപ്പോർട്ട് റിയാക്ഷൻസ്, നോഡൽ ഡിഫോർമേഷൻ, സ്ട്രെസ്സസ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് പ്ലോട്ടും ചെയ്യാം. അതുപോലെ തന്നെ പ്ലോട്ട് ദി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ്. ഇത്രയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം സ്റ്റീൽ കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈയുടെ വാല്യൂ 200E9 പോയ്സൺസ് റേഷ്യോ 0.3 എന്ന് എടുക്കും. ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് മെക്കാനിക്കൽ APDL. ഈ ഓരോ സ്റ്റെപ്സും സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. നെക്സ്റ്റ് യു ഗോ ടു പ്രിഫറൻസസിനകത്ത് സ്ട്രക്ചറൽ ഓക്കെ കൊടുക്കുക. നമുക്ക് പ്രീ പ്രോസസ്സറിനകത്ത് എലമെൻറ്റ് ടൈപ്പ് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കണം. ആഡ് എഡിറ്റ് ഓർ ഡിലീറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ എലമെൻറ്റ് ടൈപ്പ് വരുന്നത് ആവശ്യമുള്ളത്? സ്ട്രക്ചറൽ മാസിനകത്ത് നമുക്ക് ബീം എലമെൻ്റ് ആണ് വേണ്ട അല്ലേ. ബീം എലമെൻറ്റിൽ 2 നോഡ് 188, അതായത് 2 എൻഡിലും നോഡ് വരുന്ന 188 എന്ന് പറയുന്ന കോഡുള്ള എലമെൻ്റ് ആണ്. സോ ഓക്കെ കൊടുക്കാം. സോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ബീമിൽ വരുമ്പോൾ ലിങ്കിൽ നിന്ന് ഒരു കാര്യം നമ്മൾ അഡീഷണൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻസിനകത്ത് നമ്മൾ എലമെൻറ്റ് ബിഹേവിയർ K3 എന്ന് പറയുന്നത് ലീനിയർ ഫോമിൽ നിന്ന് ക്യൂബിക് ഫോമിലേക്ക് മാറ്റണം. ഈ ക്യൂബിക് ഫോമിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് കിട്ടില്ല? ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് കിട്ടില്ല. ഓക്കെ, സോ അത് ക്യൂബിക് ഫോമിലേക്ക് ആക്കി ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് വി ഗോ ഫോർ റിയൽ കോൺസ്റ്റൻസ്. നമുക്ക് ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല. മെറ്റീരിയൽ പ്രോപ്പർട്ടീസിലേക്കാണ് പോകുന്നത് അല്ലേ. മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനകത്ത് മെറ്റീരിയൽ മോഡൽസിനകത്ത് സ്ട്രക്ചറൽ, ലീനിയർ, ഇലാസ്റ്റിക്, ഐസോട്രോപ്പിക്. നമുക്കിവിടെ വാല്യൂസ് ഓർമ്മയുണ്ടല്ലോ. 200E9 0.3 ഓക്കെ, സോ അത് ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. സോ നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെക്ഷൻസ് ഡിഫൈൻ ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്ത് സെക്ഷനാണെന്ന്? റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ് അല്ലേ. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ അത് 0.25 × 0.23 മീറ്റേഴ്സാണ്. സോ ബീമിനകത്ത് ബീമാണ്. സോ ബീമിനകത്ത് കോമൺ സെക്ഷൻസ് എടുക്കുക. ഇവിടെ റെക്റ്റാങ്കിളാണ് ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സർക്കിളോ, ഇതൊരു സോളിഡ് സർക്കിളാണെങ്കിൽ ഈ സോളിഡ് സർക്കിളും റേഡിയസും കൊടുക്കാം. നമുക്കിവിടെ തൽക്കാലം വേണ്ടത് റെക്റ്റാങ്കിളാണ്. ദാറ്റ് ഈസ് 0.25 and 0.23. 0.25 and 0.23 ഓക്കെ കൊടുക്കാം. നമുക്കിവിടെ ബീം വന്നു. ഇനി അടുത്ത മോഡലിങ്ങിലേക്ക് പോവാം. ക്രിയേറ്റ് ആവശ്യമായിട്ടുള്ള കീ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ആവശ്യമായിട്ടുള്ള കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എയുടെ 00, ബിയുടെ 12 0, സിയുടെ 24 0, ഡിയുടേത്, ഡി എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. ഡി എന്ന് പറയുന്നത് 36 0, ഇ എന്ന് പറയുന്നത് 41 0. സോ ഈ 5 കീ പോയിൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. കീ പോയിൻറ്റ്സ് ഇൻ ആക്റ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം. 1 എ എന്ന് പറയുന്നത് 0 0,
2 എന്ന് പറയുന്നത് 12.0, 3 എന്ന് പറയുന്നത് 24.0, 4 എന്ന് പറയുന്നത് 36.0, 5 എന്ന് പറയുന്നത് 41.0. നമുക്ക് ഇത്രയും കീ പോയിൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലൈൻസ് നമ്മൾ ലൈൻസ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യിക്കാം. സോ ലൈൻസിനകത്ത് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻ 1 to 2 ക്ലിക്ക് ചെയ്യുക, 2 ക്ലിക്ക് ചെയ്ത് 3 ക്ലിക്ക് ചെയ്യുക. സോ 2, 3 കണക്ട് ചെയ്ത ലൈനായി. 3 to 4 ആൻഡ് 4 to 5. ഓക്കെ കൊടുക്കാം. സോ മോഡലിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് വേണ്ട മെഷിംഗ് ആണ്. മെഷിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ട്രസ്സിനാണെങ്കിലും ബീമിനാണെങ്കിലും നമ്മൾ ഓരോ ലൈനും ഓരോ എലമെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ മെഷ് ചെയ്യാൻ പോകുന്നത്. സോ മെഷിങ്ങിലേക്ക് പോവുക, മെഷ് ടൂൾസ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ലൈൻസിൻ്റെ അവിടെ സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ അല്ല കൊടുക്കേണ്ടത്, ലൈൻസിൽ സെറ്റ് കൊടുക്കുക, എന്നിട്ട് പിക്കോൾ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിക്ക് ചെയ്തു. അല്ല, പിക്കോൾ എന്ന് പറയുന്നത് എൻറ്റയർ ലൈൻ നമ്മൾ പിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്പർ ഓഫ് എലമെൻറ്റ് ഡിവിഷൻസ് എന്ന് പറയുന്നത് 1. ദാറ്റ് മീൻസ് ഓരോ ലൈനും ഓരോ എലമെൻ്റായിട്ട് വേണം നമ്മൾ മെഷ് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ എന്ന് നമ്മൾ ഒരു ഇൻപുട്ട് ഡേറ്റ അതിന് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മെഷ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാ മെഷ് ചെയ്യേണ്ടത്? എൻറ്റയർ സാധനം മെഷ് ചെയ്യണം. സോ പിക്കോൾ കൊടുക്കാം. സോ നമ്മളെല്ലാം പിക്ക് ചെയ്തു. ഇത് ഫുള്ളായിട്ട് മെഷായി. ഇനി ഇത് മെഷായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നോട്ട് നമ്പറിങ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പ്ലോട്ട് കൺട്രോൾസിനകത്ത് നമ്പറിങ് ഓൺ ചെയ്തിടാം, നോട്ട് നമ്പേഴ്സ് ഓൺ ചെയ്തിടാം. സോ നമുക്ക് ഓരോ നോഡും കാണാൻ പറ്റും. കണ്ടോ? 1, ദിസ് ഇസ് എ, ബി corresponds to 2, C corresponds to 3, D corresponds to 4 and E corresponds to 5. കണ്ടോ? എ ബി സി ഡി ഇ 5 നോഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ലോഡും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ്സ് കൺസ്ട്രെയിൻ ചെയ്യാം. ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ടുണ്ട്, ഇവിടെ 2 റോളർ സപ്പോർട്ട്സ് ഉണ്ട്. സോ അതാണ് നമ്മൾ ലോഡ്സിനകത്ത് ഡിഫൈൻ ലോഡ്സ്, അപ്ലൈ, സ്ട്രക്ചറൽ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഓൺ കീ പോയിൻറ്റ്സ് അല്ലെങ്കിൽ നോഡ് കൊടുക്കാം. ഞാനിവിടെ ഓക്കെ കൊടുത്ത് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആക്കുകയാണ്. അതേപോലെ എനിക്ക് വേറെ ഏതൊക്കെയാണ് വേണ്ടത്? 2ഉം 4ഉം. അതെനിക്ക് ഏത് വേണം? UI, ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് അത് അൺസെലക്ട് ചെയ്യുക, ഡീസെലക്ട് ചെയ്യുക, എന്നിട്ട് വേണം UI എടുക്കാൻ. ഓക്കെ കൊടുക്കാം. അപ്പോൾ എനിക്കിത് ഡിസ്പ്ലേസ്മെൻറ്റ്സ് എല്ലാം കൺസ്ട്രെയിൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ലോഡ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞതിലും നിങ്ങൾ ചെയ്തു തന്നെയാണ്. പോയിൻറ്റ് ലോഡ്സ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അഗൈൻ ഫോഴ്സ് ഓൺ മൊമെൻറ്റ് ഓൺ കീ പോയിൻറ്റ്സ്. ഇവിടെ 3ൽ എത്രയാണ് അവർ പറഞ്ഞിട്ടുള്ളത്? FY ആണ്. താഴേക്കായതുകൊണ്ട് -7000 കിലോന്യൂട്ടനാണ്. 7 കിലോന്യൂട്ടനായിട്ട് -7000 എടുത്തു. അതേപോലെ 5ൽ ഓക്കെ കൊടുക്കുക, -2000. സോ നമുക്ക് 7000ഉം 2000ഉം കിട്ടി. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൊമെൻറ്റ് കൊടുക്കണം. മൊമെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നമുക്ക് നോക്കാം. ഇവിടെ എഗെയിൻ ഫോഴ്സ് ഓർ മൊമെൻറ്റ് ഒറ്റ സാധനമാണ് അല്ലേ. സോ ഈ കീ പോയിൻറ്റ്സ് എടുക്കുക. ഈ പോയിൻറ്റിലാണ് മൊമെൻറ്റ് വന്നത്. സോ ആ പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ എഫിൻ്റെ കൂടെ തന്നെ MX, MY, MZ. മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ XY പ്ലെയിനിലാണ് നമ്മുടെ മൊമെൻറ്റ് വരുന്നത്. സോ XY പ്ലെയിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന Z എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മൊമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് XY പ്ലെയിനിൽ ഒരു മൊമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഏത് ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യാൻ ടെൻഡ് ചെയ്യുക? Z ആക്സിസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ MZ കൊടുക്കുന്നത്. സോ MZ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. 100 കിലോന്യൂട്ടൺ മീറ്റർ. 100 കിലോന്യൂട്ടൺ നമുക്ക് ന്യൂട്ടൺ ആക്കണം. അപ്പോൾ 100 × 10⁻³ അല്ലേ. അപ്പം 100 കിലോന്യൂട്ടൺ മീറ്റർ. അപ്പോൾ 100 × 10⁻³ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന മൊമെൻറ്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. സോ MZ എന്ന് പറയുന്ന -100 × 10⁻³. അപ്പോൾ 3 0 കൂടെ ആഡ് ചെയ്യുക, ഓക്കെ കൊടുക്കാം. സോ MZ എന്ന് പറഞ്ഞ് ഇവിടെ ചെറിയൊരു പ്ലസ് സൈൻ പോലെ വന്നു. MZ ആയതുകൊണ്ട് ഇങ്ങനെ റൊട്ടേഷനാണ് അത് കാണിക്കുന്നത് കേട്ടോ. സോ MZ എന്ന് പറയുന്ന മൊമെൻറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ? MZ എന്ന് പറയുന്ന മൊമെൻറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന മൊമെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി വരുന്ന എന്താണ്? ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു UDL ആണ് വരുന്നത്. UDL അല്ലേ, 0.75 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ നമ്മളതിനെ 750 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വിളിക്കാമല്ലോ. UDL ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫോഴ്സ് ഓർ മൊമെൻ്റ് അല്ല, പ്രഷറായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ബീമിലുള്ള പ്രഷറായിട്ട്. അപ്പം പ്രഷർ ഓപ്പൺ ചെയ്യുക, ഓൺ ബീംസ് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് സെലക്ട് ആയി. ഇവിടെയാണ് നമുക്ക് UDL അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ ലോഡ് കീ എന്ന് പറയുന്നൊരു സാധനം ചോദിച്ചിട്ടുണ്ട്. ലോഡ് കീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എലമെൻറ്റിന് ഓരോ ജോമെട്രി ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡയറക്ഷന് വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ ഇത് ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കാണ്, താഴേക്കാണ് ആക്ട് ചെയ്യേണ്ടത് അല്ലേ. എപ്പോഴും പ്രഷർ ടുവേർഡ്സ് ബോഡി ആണെങ്കിൽ പോസിറ്റീവ്, അവേ ഫ്രം ബോഡി ആണെങ്കിൽ നെഗറ്റീവ്. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ നമ്പർ കൊടുക്കുന്ന സമയത്ത് ടുവേർഡ്സ് ബോഡി തന്നെയാണ്. സോ പോസിറ്റീവായിട്ട് തന്നെ കൊടുത്താൽ മതി. ഇനി ടുവേർഡ്സ് ബോഡി എന്ന് പറയുമ്പോൾ പ്രഷർ പല രീതിയിൽ കൊടുക്കാം. ഒന്നിൽ ഇങ്ങനെ കൊടുക്കാം, ദാറ്റ് ഈസ് വൈ ഡയറക്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ കൊടുക്കാം. ഇതിൽ ഏത് ഡയറക്ഷനിൽ കൊടുക്കണം എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതാണ് നമ്മൾ ലോഡ് കീ എന്ന് പറയുന്ന ഈ ലോഡ് കീ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ലോഡ് കീ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ വൈ ഡയറക്ഷൻ ഇതാണ് എലമെൻറ്റിൻ്റെ ജോമെട്രി, ബീമിൻ്റെ 188ൻ്റെ ജോമെട്രി. അപ്പോൾ ഇതിൻ്റെ ടെർമിനോളജി നോക്കിക്കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനിലുള്ള പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. 1 എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനിലുള്ളത്, 2 എന്ന് പറയുന്നതാണ് വൈ ഡയറക്ഷനിലുള്ള പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 3 എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള പ്രഷറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കൊടുക്കേണ്ടത് 2 ആണ്. സോ നമ്മളിവിടെ ലോഡ് കീ കറക്റ്റ് ചെയ്യുക, 2 എന്ന് കൊടുക്കാം. ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തെറ്റ് വരും കേട്ടോ. എന്നിട്ട് പ്രഷർ വാല്യൂ അറ്റ് നോഡ് ഐ, നമുക്ക് നോഡ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയായിരുന്നു, 0.75 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ 750 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരുന്നു. സോ 750 ഓക്കെ കൊടുത്തു കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലോഡ് വന്നു ഇവിടെ. ഇനി ഇതേപോലെ നമുക്ക് വേറെന്ത് കൊടുക്കണം, C2D, അതായത് ഇതിനും ഇടയ്ക്ക് ഒരു 6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കൊടുക്കണം. 6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രഷറാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഓൺ ബീംസ് കൊടുക്കുക, ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ എഗെയിൻ ലോഡ് കീ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്, വൈ ഡയറക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലേ. വൈഡ് ഡയറക്ഷൻ ഉണ്ട്, വൈഡ് ഡയറക്ഷൻ അതിലേക്കാണ് കൊടുക്കേണ്ടത്. അതിൽ പ്രഷർ വാല്യൂ അറ്റ് ഐ എന്ന് പറയുന്നത് 0യും പ്രഷർ വാല്യൂ ആണ്. അതുകൊണ്ട് അത് വാല്യൂ എന്ന് പറയുന്നത് 6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, അതായത് 6000 ആണ്. 6000 ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ കൊടുക്കാം. സോ 0 to 6000 കണ്ടോ, 0 to 6000 വന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ലോഡ്സ് എന്തെങ്കിലും നമ്മൾ കൊടുക്കാണ്ടോ, ഇല്ല, നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. നമ്മളെല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സോൾവിങ് ആണ്. കറണ്ട് ലോഡ് സ്റ്റെപ്പ് സോൾവ് ചെയ്തു. സോ സൊല്യൂഷൻ ഇസ് ഡൺ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇനി ഇതിൻ്റെ വേണമെങ്കിൽ നമുക്കൊന്ന് ഡിഫോർമേഷൻ ഒന്ന് നോക്കി നോക്കാം, ഇതിൻ്റെ അനിമേറ്റ് ചെയ്ത് നോക്കാം. അനിമേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐസോമെട്രിക് വേണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് കാണാൻ പറ്റും. സോ ഒന്ന് അനിമേറ്റ് ചെയ്ത് നോക്കാം, ഡിഫോംഡ് ഷേപ്പ് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്നും വരുന്നില്ല. വരാത്തതിൻ്റെ കാര്യം ജനറൽ പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ പോയിട്ട് നമ്മുടെ റിസൾട്ടിനകത്ത് ലാസ്റ്റ് സെറ്റ് എടുക്കാം. ലാസ്റ്റ് സെറ്റ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് അനിമേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു അനിമേഷൻ വരുന്നത്. ഇവിടെ വലിയൊരു ഡിഫോർമേഷൻ ഇല്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ലോഡ് വളരെ ചെറുതായതുകൊണ്ടാണ്. നമുക്ക് ഫ്രണ്ട് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഡിഫോർമേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പ്ലോട്ടിൽ പോയിട്ട് മൾട്ടി പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ വരും. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ള നമ്മുടെ ഡേറ്റാസ് എല്ലാം ഒന്ന് എടുത്തു നോക്കാം. നമുക്ക് ചോദിച്ചിട്ടുള്ള ഡേറ്റാസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അറിയാം സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. ലിസ്റ്റ് റിസൾട്ടിനകത്ത് പോവുക, റിയാക്ഷൻ സൊല്യൂഷൻ എടുക്കുക, ഓൾ ഐറ്റംസ് കൊടുക്കുക. നമ്മുടെ നോഡ് 1, 2, 4. 1 എന്ന് പറയുന്ന ഈ ഒരു നോഡാണ്. അതിൽ FX, FY, FZ എല്ലാം ഉണ്ട്. MX, MY, MZ ഒക്കെ ഉണ്ട്. 2 എന്ന് പറയുന്ന ഈ ഒരു നോഡാണ്. ഇവിടെ FY മാത്രമേ ഉള്ളൂ. കാര്യം എന്താണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 4ലും അങ്ങനെ തന്നെയാണ്. സോ സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പിന്നെന്താ ചോദിച്ചിട്ടുള്ള നോഡൽ ഡിഫോർമേഷൻസ് ലിസ്റ്റ് ചെയ്യാം. നോഡൽ സൊല്യൂഷനകത്ത് പോയിട്ട് DOF സൊല്യൂഷനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ സം എടുത്താൽ എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റ്സും ഓരോ നോഡിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നോഡൽ സൊല്യൂഷനകത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഓക്കെ, നമുക്ക് സ്ട്രെസ് ഇങ്ങനെ കിട്ടില്ല. നമുക്ക് സ്ട്രെസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഏതിലേക്ക് പോകണം, നമ്മുടെ എലമെൻറ്റ് ടേബിളിലേക്കൊക്കെ പോകണം അല്ലേ.
നമുക്ക് തൽക്കാലം സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് അടുത്തത് മെയിനായിട്ടൊരു കാര്യം, നമുക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് സ്ട്രെസ്സിൻ്റെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത മെയിനായിട്ടുള്ളൊരു കാര്യം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. സോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ എലമെൻറ്റ് ടേബിളിനകത്ത് പോയിട്ട് ഡിഫൈൻ എലമെൻറ്റ് ടേബിൾ കൊടുക്കണം. സോ ഡിഫൈൻ ടേബിൾ കൊടുക്കാൻ നമുക്ക് ഹെൽപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഇന്നലെ എടുത്തതുപോലെ തന്നെ നമുക്ക് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന SF ആണ്. അതേപോലെ മൊമെൻ്റ് എന്ന് പറയുന്നത് MZ ആണ്. വിത്ത് റെസ്പെക്ട് Z ആയതുകൊണ്ട് MZ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ താഴേക്കുണ്ട്. സോ കണ്ട എഫ് എക്സ് എന്ന് പറയുന്നത് FX അല്ല, ഇത് ഷിയർ ഫോഴ്സ് അല്ല, MZ ഇവിടെ ഉണ്ട്. MZ എന്ന് പറയുന്നത് SMISC ആണ്. 3 to 16 ആണ് അതിൻ്റെ കോഡ് വരുന്നത്. അതേപോലെ SFY ആണ് നമുക്ക് വേണ്ടത്. SFY ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 6 and 19. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങളിത് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഈ എലമെൻറ്റ് ടേബിൾ നോക്കിയെടുക്കാൻ പഠിക്കുക. സോ MZ is 360, SMISC 316. മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് SMISC 316 ആണ് കോഡ്, 3,16 ആണ്. SFY കണ്ടുപിടിക്കാനായിട്ട് SMISC 6,19 ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിഫൈൻ ടേബിൾ ആഡ്, ഞാൻ ആദ്യം മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് കൊടുക്കാം. ബൈ സീക്വൻസ് നമ്പറിങ് കൊടുത്ത് SMISC 3 അപ്ലൈ കൊടുത്തു. അപ്പോൾ ഇവിടെ അത് വന്നു. ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡ് റിസൾട്ടിനകത്ത് പോയിട്ട് ലാസ്റ്റ് സെറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് ഒന്നും കൂടെ തിരിച്ചു വരാം. അടുത്ത അഗൈൻ ബൈ സീക്വൻസ് നമ്പറിങ് 3 കൊടുത്തു, നമ്മളടുത്ത 16. സോ മൊമെൻറ്റ് രണ്ടും കൊടുത്തു കഴിഞ്ഞു. അടുത്ത ബൈ സീക്വൻസ് നമ്പറിങ് 6 ബൈ സീക്വൻസ് നമ്പറിങ് 19. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലോട്ട് റിസൾട്ട്സിനകത്ത് പോവുക. പ്ലോട്ട് റിസൾട്ട്സിനകത്ത് പോയിട്ട് കോണ്ടൂർ പ്ലോട്ട് എടുക്കുക, ലൈൻ എലമെൻറ്റ് റിസൾട്ട് എടുക്കുക. ലൈൻ എലമെൻറ്റ് റിസൾട്ട് അതിൽ എലമെൻറ്റ് ടേബിൾ നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് നമ്മുടെ മൊമെൻ്റ് ആണ്. സോ SMISC 3 to 16 ആണ് മൊമെൻറ്റിൻ്റെ എന്ന് പറയുന്നത്. ഇവിടെ അൺഡിഫോംഡ് ഷേപ്പ് തന്നെ കൊടുക്കുക കേട്ടോ. ഡിഫോംഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, സോ ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ എന്ന് പറയുന്ന ഒരു UVL ആണ്, യൂണിഫോംലി വേരിയിങ് ലോഡാണ്. സോ നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല വരേണ്ടിയിരുന്നത്, നമുക്കിവിടെ ഒരു കർവാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ നമ്മളിത് ഒറ്റ എലമെൻ്റ് ആയിട്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്തത്. ഇത്രയും സാധനം, അതായത് ഇത്രയും ഒറ്റ എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് ഒറ്റ എലമെൻ്റാക്കി കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ കാരണം. നമ്മൾ പല എലമെൻറ്റ്സ് ആക്കിയിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നേനെ. പക്ഷേ പല എലമെൻറ്റ്സ് ആക്കുമ്പോൾ അത്രയും നമ്മുടെ കാൽക്കുലേഷൻ ടൈം കൂടും. ഓക്കെ, so this is your shear bending moment diagram. Now plotting shear force diagram 6 to 19. so ഇതാണ് നമുക്ക് വരുന്ന നമ്മുടെ shear force diagram. okay, so this is how you plot shear force diagram. okay, ഇനി നമ്മുടെ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് അതും കൂടെ പറഞ്ഞേക്കാം. സ്ട്രെസ്സസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഇവിടെ നമ്മുടെ എലമെൻറ്റ് ടേബിളിനകത്ത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സ്ട്രെസ്സസ്, എങ്ങനെയുള്ള സ്ട്രെസ്സസാണ് വേണ്ടതെന്ന്. ബെൻഡിങ് സ്ട്രെസ് ഓൺ പോസിറ്റീവ് വൈ സൈഡ് ഓഫ് ദി ബീം, ബെൻഡിങ് സ്ട്രെസ് ഓൺ നെഗറ്റീവ് വൈ സൈഡ് ഓഫ് ദി ബീം, ഇങ്ങനെ ഓരോന്നായിട്ട് പറയും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ SMISC 33,38 അങ്ങനെയൊക്കെയുള്ള കോഡ്സും ഇവിടെ ഉണ്ട്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് റിസൾട്ട്സിനകത്ത് പോയിട്ട് സ്ട്രെസ് എന്ന് പറയുന്ന എലമെൻറ്റ് സൊല്യൂഷനകത്താണ് വരുന്നത് അല്ലേ. ഇപ്പോൾ എലമെൻറ്റ് സൊല്യൂഷൻ എടുക്കുക, അവിടെ ബോൺമൈസസ് എടുക്കുക. ബോൺമൈസ് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സസിൻ്റെ വാല്യൂസ് കിട്ടും. ഓരോ സെക്ഷനകത്തും എങ്ങനെയാണ് സ്ട്രെസ്സസ് വരുന്നതെന്നുള്ളത്. ഇനി അതേ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ട് റിസൾട്ട്സിനകത്ത് പോയി എടുക്കാം. സോ പ്ലോട്ട് റിസൾട്ട്സിനകത്ത് എലമെൻറ്റ് സൊല്യൂഷൻ എടുക്കുക, അവിടെ ബോൺമൈസസ് എടുക്കാം. സോ നമുക്കിവിടെ സ്ട്രെസ്സസ് കാണുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെസ്സ് കണ്ടുപിടിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബീമിനകത്തുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം കേട്ടോ. സോ താങ്ക് യു.